പോസ്റ്റ്പാർട്ടം ഡിപ്രഷനുള്ള 3 കാരണങ്ങളിൽ ഒരു പ്രധാന കാരണം സോഷ്യൽ സപ്പോർട്ടിൻ്റെ അഭാവമാണ്. എന്തൊക്കെയാണ് ഈ സോഷ്യൽ സപ്പോർട്ടിലെ പ്രോബ്ലം കാരണം പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ വരാനുള്ള കാരണമെന്ന് നോക്കാം. നമ്മുടെ പാർട്ട്ണറിൽ നിന്ന് വേണ്ടത്ര സപ്പോർട്ട് കിട്ടുന്നില്ല. അത് ഇമോഷണൽ സപ്പോർട്ടാകാം, അതേപോലെ തന്നെ ഡയറക്റ്റായിട്ടുള്ള ജോലികളിലുള്ള സപ്പോർട്ടാകാം. നമുക്കിപ്പോൾ ഒരു അമ്മയാകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ആരും പ്രത്യേകിച്ച് ട്രെയിനിങ് ഒന്നും കൊടുക്കുന്നില്ല, അതിനൊരു പ്രത്യേകിച്ച് ക്ലാസ് ഒന്നും എടുത്തിട്ടൊന്നും അല്ല ആരും അമ്മയാകുന്നത്. അതൊരു നാച്ചുറൽ പ്രോസസ്സാണ്. സോ അതിനകത്ത് ഒത്തിരി കാര്യങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനും ഒത്തിരി ഹെൽപ്പൊക്കെ വേണ്ട ഒരു സമയമാണ്, ഒരു ട്രാൻസിഷൻ ഫേസാണ് അല്ലേ. പലപ്പോഴും പല പ്രഗ്നൻസീസും അൺപ്ലാൻഡ് ആയിട്ട് വരുന്ന പ്രഗ്നൻസീസും ഉണ്ട്. അപ്പോൾ അവർ ഒട്ടും പ്രിപ്പയർഡ് ആയിട്ട് ഫിനാൻഷ്യലി ഇമോഷണലിയും ഒന്നും അത്ര പ്രിപ്പയർഡ് ആയിട്ട് ഒരു ഡെലിവറി പ്രഗ്നൻസിയിലേക്ക് എൻ്റർ ചെയ്തവരായിരിക്കണമെന്നില്ല. അപ്പം അങ്ങനെയുള്ള ഘട്ടത്തിൽ പാർട്ട്ണറിൻ്റെയും അതേപോലെ തന്നെ ഫാമിലിയുടെയും സപ്പോർട്ട് വളരെ ആവശ്യമാണ്. അത് കിട്ടാത്ത ആളുകൾ പോസ്റ്റ്പാർട്ടം ഡിപ്രഷനിലേക്ക് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇപ്പോൾ ഇമോഷണൽ സപ്പോർട്ട് എന്ന് പറയുമ്പോഴത്തേക്കും എത്രയൊന്നുമല്ല അമ്മയ്ക്ക് കൃത്യമായിട്ട് ഉറക്കം കിട്ടുന്നില്ല, കുട്ടിയുടെ കാര്യങ്ങൾക്ക് വേണ്ടി നടക്കുമ്പോൾ ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്, കുട്ടിയുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതുകൊണ്ടുള്ള പ്രശ്നങ്ങളുണ്ട്. അങ്ങനൊരു ഇമോഷണൽ സപ്പോർട്ട്, സംസാരിക്കുക, അവരെ ആശ്വസിപ്പിക്കുക, അവരോട് കൂടെ ഇരിക്കുക എന്നുള്ളൊരു സപ്പോർട്ട് കൊടുക്കേണ്ട ആവശ്യമുണ്ട്. അതേപോലെ തന്നെ കുഞ്ഞിനെ നോക്കുന്ന കാര്യത്തിലായാലും അമ്മയുടെ കെയറിൻ്റെ കാര്യത്തിലാണെങ്കിലും പാർട്ട്ണറിൻ്റെ സപ്പോർട്ട് വളരെ ആവശ്യമാണ്. ഒരാളെ കൊണ്ട് തന്നെ ചെയ്യാൻ കഴിയുന്ന കാര്യമല്ല. പിന്നെ ഇതേപോലെ ഫാമിലി ആയിട്ടുള്ള ഇഷ്യൂസ് പലരും പറഞ്ഞു വരുന്നുണ്ട്. പ്രത്യേകിച്ച് ഇപ്പം പല കാര്യങ്ങളും പണ്ടത്തെ ട്രഡീഷണലായിട്ട് ചെയ്തു വരുന്ന പല കാര്യങ്ങളും വേണ്ടാത്തതാണ്, അനാവശ്യമാണ്, അല്ലെങ്കിൽ അത് ദോഷം ചെയ്യുന്ന രീതിയിൽ വരും എന്നുള്ള കാര്യം പലർക്കും അറിയാം. പക്ഷെ അത് പ്രത്യേകിച്ച് ഇൻലോസിനെ പറഞ്ഞ് മനസ്സിലാക്കാൻ വളരെ ബുദ്ധിമുട്ടുന്നുണ്ട്. ആ സമയത്ത് ഒരു പാർട്ട്ണറിൻ്റെ സപ്പോർട്ട് കൂടി ഇല്ലെങ്കിൽ ഈ അമ്മ തന്നെ അത് ബുദ്ധിമുട്ടും. ഉദാഹരണത്തിന് ഇപ്പം ട്രഡീഷണലായിട്ട് ചെയ്തു വരുന്ന കുഞ്ഞിനെ നമ്മൾ പല വീഡിയോസും കാണാറുണ്ട്. കുഞ്ഞിനെ എണ്ണ തേപ്പിക്കുന്നതും കുളിപ്പിക്കുന്നതൊക്കെ വളരെ ഹാർഷായിട്ട് ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല, സയൻറ്റിഫിക്കായിട്ട് നമുക്കറിയാം. അതേപോലെ കണ്ണെഴുതുക, പൗഡർ ഇടുക, അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഒരു മോയ്സ്ചറൈസറിൻ്റെ മാത്രമേ ആവശ്യമുള്ളൂ. അതിന് പണ്ട് ചെയ്തിരുന്ന പല കാര്യങ്ങളും വേണ്ട, അതിൻ്റെ ആവശ്യമില്ല, അല്ലെങ്കിൽ അത് കുഞ്ഞിന് കൂടുതൽ ദോഷം ചെയ്യുന്നതാണ് എന്ന രീതിയിലുള്ള കാര്യങ്ങൾ ഇപ്പോഴത്തെ അമ്മമാർക്ക് അറിയാം. പക്ഷെ അത് ഫാമിലിയെ പറഞ്ഞ് മനസ്സിലാക്കാൻ എടുക്കുമ്പോൾ പലപ്പോഴും ഒറ്റപ്പെട്ടു പോവുകയും പാർട്ട്ണറിൻ്റെ സൈഡിൽ നിന്ന് കിട്ടാതെ വരികയും അല്ലെങ്കിൽ അവർ കൂടുതൽ കളിയാക്കലും കുറ്റപ്പെടുത്തലും കേൾക്കാനായിട്ട് ഇടവരും. അതേപോലെ തന്നെ ചിലപ്പോൾ പാല് കുറവുള്ളവരായിരിക്കാം, പാല് കൊടുക്കാൻ പറ്റാത്തവരായിരിക്കാം, ജോലിക്ക് പോകുന്ന അമ്മമാരായിരിക്കാം, അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളോടും മാനേജ് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയിരിക്കാം, മൂത്ത കുട്ടി ഉണ്ടായിരിക്കാം. അപ്പം അങ്ങനെയുള്ള ഘട്ടങ്ങൾ അവർക്ക് വേണ്ട സപ്പോർട്ട് കൊടുക്കുക. ജോലിക്ക് പോകാനുള്ളതാണ്, വീട്ടിലെ കാര്യങ്ങൾ. ഇപ്പോൾ കുഞ്ഞുറങ്ങുന്ന സമയത്ത് എനിക്കെല്ലാം ചെയ്തുകൂടെ എന്നുള്ള ചോദ്യം ചോദിക്കാൻ പാടില്ല. കുഞ്ഞുറങ്ങുന്ന സമയത്താണ് അവർക്കൊരു റെസ്റ്റ് എടുക്കുന്നത്. ആ സമയത്ത് വീട്ടിലെ മറ്റു ജോലിയും കാര്യങ്ങളൊക്കെ ചെയ്ത് എപ്പോഴാണ് അമ്മയ്ക്കൊരു റെസ്റ്റ് കിട്ടുക. അപ്പോൾ ഇത്തരം കാര്യങ്ങളിലൊക്കെയുള്ള സപ്പോർട്ട് കൊടുക്കുന്നത് വളരെ ആവശ്യമായിട്ടുള്ള കാര്യമാണ്.